മസ്ജിദിൽ കൈഫാ ഒരുപാട് പ്രവാചകന്മാർ മറപ്പെട്ട് കിടന്നിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. മിനയിൽ ഇൻഷാ അല്ലാഹ് മിനയിലേക്ക് വരാനും കല്ലെറിയാനും അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. വയസ്സാവാതെ ചെറിയ പ്രായത്തിൽ തന്നെ വന്ന് ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ. കൊടുകിലാണോ അതോ കൂർഗിലാണോ അതോ ഈ വിലയിൽ കാണുന്ന തമ്പുകളില്ലേ, കുറെ തമ്പുകൾ കാണുന്നുണ്ട്. ഇതെല്ലാം താമസിക്കുകയാണ്. ഓരോ ഗ്രൂപ്പിന്റെ ആൾ വന്ന് താമസിക്കുന്ന സ്ഥലമാണ് ഇത് രണ്ടും. പിന്നെ ഭാഗത്തും ഇടഭാഗത്ത് കാണുന്ന ഒരു കുബ്ബ പോലെ അല്ല, ഇതെല്ലാം മിനയാണ്. ഇതെല്ലാം ഏസിയലുണ്ടാവും, അതിന് താമസിക്കും വന്നിട്ട്. അടയാളം പറയുന്ന ഒരു പള്ളി മസ്ജിദ് കുവൈത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പള്ളിയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ബലഭാഗത്ത് കാണുന്ന മസ്ജിദ് കുവൈത്ത് ഇത് ഒരു അടയാളപ്പെട്ട ഒരു പള്ളിയാണ്. മിനാന്റെ തുടക്കം മസ്ജിദ് കുവൈത്ത്. ഇന്ത്യക്കാരെ ഹാജിമാരൊക്കെ ഇതിന്റെ പരിസരത്താവും. അപ്പൊ അടയാളം പറഞ്ഞു കൊടുക്കും, ലാൻഡ്മാർക്കായിട്ട് പറഞ്ഞു കൊടുക്കും. മസ്ജിദ് കുവൈത്തിന്റെ അടുത്താണ് ടെന്റ് എന്നൊക്കെ ഒരു അടയാളം പറഞ്ഞു പള്ളിയാണ് മസ്ജിദുൽ കുവൈത്ത്. കണ്ടാ ഇതവരുടെ ഭാഗത്തെ എതിർഭാഗത്ത് കാണുന്ന പച്ച കളറുള്ള ഇത് ഹജ്ജിന്റെ സമയത്ത് മാത്രം തുറക്കുന്ന പള്ളിയാണ്. ഇനി ഇന്ത്യക്കാര് ഇവ എവിടുന്നാലും കാണാൻ വരുന്നുണ്ടെങ്കിൽ ഏത് ഭാഗത്താണെന്ന് ചോദിച്ചാൽ കുവൈത്തിന്റെ സൈഡാണ്, കുവൈത്ത് പള്ളിന്റെ സൈഡാണെന്ന് പറയാൻ അടയാളപ്പെട്ട ഒരു പള്ളിയാണ്. നാട്ടിൽ ചോദിക്കുമല്ലോ, ഏത് ഭാഗത്താണ് നിങ്ങളെ തമ്പ്, എവിടെയാണ് നിങ്ങളെ റൂം, മിനയിലാണ് താമസിച്ചെന്ന് ചോദിച്ചാൽ മസ്ജിദ് കുവൈത്തിന്റെ ഭാഗത്താണെന്ന് പറയാനുള്ള ഒരു അടയാളപ്പെട്ട ഒരു പള്ളിയാണ്. ഇന്ത്യക്കാർ ജാസ്തി കൂടുതൽ താമസിക്കുന്നത് അവിടെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ.